നിയന്ത്രണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നികുതി നയത്തിനും നിർണായക പങ്കുണ്ട്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയുടെ വലിയൊരു വിഹിതം കേന്ദ്ര സംസ്ഥാന നികുതികളാണ്. ആഗോള ക്രൂഡ് വില കുറഞ്ഞപ്പോൾ അതിന്റെ പൂർണ്ണ ഗുണം ഉപഭോക്താക്കൾക്ക് നൽകാതെ നികുതി വർദ്ധിപ്പിച്ച അനുഭവം രാജ്യത്തിനുണ്ട്. ഇപ്പോൾ വീണ്ടും രാജ്യാന്തര വിലക്കയറ്റം ചൂണ്ടിക്കാട്ടി വില കൂട്ടുമ്പോൾ നികുതി ഇളവുകൾ വഴി ജനങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട്. അല്ലാത്തപക്ഷം പൊതുജനങ്ങൾക്കാണ് മുഴുവൻ ഭാരവും വഹിക്കേണ്ടി വരിക. മോദി സർക്കാരിന്റെ ആദ്യ 6 വർഷവും ആഗോള വിപണിയിൽ എണ്ണവില കുറയുക തന്നെയായിരുന്നു. ഇക്കാലയളവിനിടയിൽ 10 തവണയാണ് കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ചത്. ഒരു ഉദാഹരണം സൂചിപ്പിക്കാം. 2013 അസംസ്കൃത എണ്ണ ബാരലിന് വില $124 ആയിരുന്നപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ വില ലിറ്ററിന് 75 രൂപയിൽ താഴെയായിരുന്നു. ഇപ്പോൾ $105 വില ചെന്നു നിൽക്കുന്നത് 109 രൂപയിലാണ്. നികുതിയിൽ ഉണ്ടാകുന്ന സ്വാഭാവിക വളർച്ചയും രൂപ ഡോളർ വിനിമയ വ്യത്യാസവുമെല്ലാം കണക്കാക്കിയാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ ഈ പിടിച്ചുപറി ഒഴിവാക്കുകയാണെങ്കിൽ 80 രൂപയിൽ താഴെ മാത്രമായിരിക്കും എണ്ണവില. എന്നാൽ നികുതി കൂട്ടി അതിൽ നിന്ന് കൂടുതൽ ലാഭമെടുക്കാനുള്ള നടപടികളായിരുന്നു ഉണ്ടായത്. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ സെസ് ഉൾപ്പെടെയുള്ള അധിക നികുതി ഭാരമാണ് ഇന്ധനവില ഉയർന്ന നിലയിൽ തുടരാൻ പ്രധാന കാരണങ്ങളിൽ എന്ന വിമർശനവും ശക്തമാണ്. ഇന്ധനവില ഉയർത്തിയത് സർക്കാരല്ല, പെട്രോളിയം കമ്പനികളാണ് എന്ന വാദം കേന്ദ്ര സർക്കാർ പതിവായി മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാൽ അത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ 3 പ്രധാന പൊതുമേഖലാ എണ്ണ കമ്പനികളും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളവയാണ്. ഈ കമ്പനികളുടെ വില നിർണ്ണയത്തിൽ സർക്കാരിന് യാതൊരു സ്വാധീനവുമില്ലെന്ന വാദം വിശ്വസിക്കാൻ പ്രയാസമാണ്. യഥാർത്ഥത്തിൽ ഇത് ഭരണപരമായ മുൻഗണനകളുടെ പ്രതിഫലനമാണ്. കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവുകളും വലിയ പദ്ധതികൾക്ക് വൻ പ്രോത്സാഹനങ്ങളും നൽകാൻ സർക്കാരിന് കഴിയുമ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് നിയന്ത്രിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ അതേ ആത്മാർത്ഥതയിൽ കാണുന്നില്ല. 2015 മുതൽ 2024 വരെയുള്ള കാലയളവിൽ 12.3 ലക്ഷം കോടിയിലധികം രൂപയുടെ കിട്ടാക്കടങ്ങൾ എഴുതിത്തള്ളിയ സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അതിൽ സിംഹഭാഗവും വമ്പൻ കോർപ്പറേറ്റുകളുടേതാണ്.